ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. 2-3 സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഞാൻ ഗ്യാസും വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ആട്ടിൻ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പശുപാൽ യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. ഇനി നല്ലോണം ഇളക്കി കൊടുക്കണേ. നല്ലോണം ഇളക്കിയതിന് ശേഷം അതിങ്ങനെ കുറുകി വരില്ലേ, അങ്ങനെ ആ ഒരു പരിവാവണേ. ഇപ്പോൾ ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം കുറച്ചും കൂടി കുറുകണം കേട്ടോ. അങ്ങനെ ഇതാ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാതിരിക്കുക. അങ്ങനെ ഇതാ ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കണേ. എനിക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേമാരത്തെ വേറെ ഏതെങ്കിലും ഫേസ് പാക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇത് സെറ്റായിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നതിന് ശേഷം ഒരു സാധനം കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഫേസ് പാക്ക്, ഹെയർ ഓയിൽ, അതേമാതിരി തന്നെ താരൻ പോവാനുള്ള അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. എനിക്ക് അങ്ങനത്തെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പറഞ്ഞു കൊടുക്കാനും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും വീഡിയോസായിട്ട് ഇടുന്നതാണ്. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് കൈമലാണ് കേട്ടോ ആദ്യം ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു സാധനം ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൈമൽ അപ്ലൈ ചെയ്തിട്ട് വേണം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ചിലവർക്കൊക്കെ പാല്, അതേമാതിരി മഞ്ഞൾ, ഇതൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഫേസ് പാക്ക് ഭയങ്കര റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. നല്ല കട്ടിയിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇത് നല്ല കട്ടിയിൽ ഇട്ട കാരണം തന്നെ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് കളറ് മാറും. ഈ കളറിലാണ് കേട്ടോ വരിക ഉണങ്ങി കഴിയുമ്പോൾ. അപ്പം ഞാൻ എന്താ ഫസ്റ്റത്തൊക്കെ ഇങ്ങനെ വടിച്ച് കളയുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മാറ്റം. എനിക്ക് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല മാറ്റമുണ്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ. ഇനി ഞാൻ കൈയൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം അറിയാം നമുക്ക് മാറ്റം. ഇപ്പോൾ ഈ സൈഡിൽ കണ്ട ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡിനേക്കാളും. അപ്പം ഞാൻ എൻ്റെ കുറച്ചും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അതും ഞാൻ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം മുഖം തിളങ്ങട്ടെ. ഇപ്പോൾ വെയിൽ കാരണം നല്ല കരിവാളിച്ചിരിക്കുകയാണ് മുഖം. കരിവാളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് എൻ്റെ സൗണ്ട് ഒന്ന് പോയി. ഇതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ അമ്മയും പറഞ്ഞിട്ടോ എനിക്കും ഉണ്ടാക്കി തരണമെന്ന്. അപ്പോൾ ഇനി അമ്മയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുണ്ട്. എന്തായാലും ഇനി ഉണ്ടാക്കുമ്പോൾ കുറച്ച് തോന ഉണ്ടാക്കേണ്ടി വരും. കുറച്ച് സമയത്ത് തേച്ച് നിൽക്കണേ. ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.